ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ബോഡിയിൽ നിന്ന് എങ്ങനെ മെഷർമെൻറ്റ് എടുക്കുക എന്നുള്ളതിനെ പറ്റി, ആ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്രോക്ക് തയ്ക്കുക എന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അളവ് എത്രയാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ എല്ലാവരുടെ ഡൗട്ടും ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് ലെങ്ത് ആണ് കേട്ടോ. ഫുൾ ലെങ്ത് ആണ്. ഫുൾ ലെങ്ത്ത് എന്ന് ഉദ്ദേശിച്ചാൽ ഫ്ലോർ ലെങ്ത്ത് എടുക്കണം കേട്ടോ, എങ്കിലേ നമുക്ക് അതിൻ്റെ ഫുൾ ലെങ്ത്ത് കിട്ടുള്ളൂ. അപ്പോൾ ഞെരിയാണി വരെയുള്ള അളവ് എടുത്തിട്ട് കാര്യമില്ല, ഫ്ലോർ ലെങ്ത്ത് എടുത്തെങ്കിലേ നമുക്ക് ഫുൾ ലെങ്ത്ത് കിട്ടുള്ളൂ കേട്ടോ ഒരു മെഷർമെൻറ്റ്. അപ്പോൾ നമ്മൾ ഷോൾഡറിൽ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ ഒരു സ്റ്റിച്ച് കട്ടിങ് വരുന്നുണ്ടല്ലോ ഡ്രസ്സിൻ്റെ, ആ ഒരു അളവ് വന്ന് എടുക്കുക. സാധാരണ ബോഡി മെഷർമെൻറ്റ് എടുക്കും നമ്മൾ ഷോൾഡറിൽ നിന്നാണ് എടുത്ത് തുടങ്ങുക. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സൈസ് നോക്കിയപ്പം 28 സൈസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ സൈസ് കണക്കാക്കുക എന്നുള്ളതും കൂടെ ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സൈസ് 28-ന്ന് ഒരു 9 ഇഞ്ചും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട് ഫുൾ ലെങ്ത്ത്. അപ്പോൾ സൈസ് ചോദിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഫുൾ ലെങ്ത്ത് എടുക്കുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ സൈസ് നമ്മൾ കണക്കാക്കൽ മുട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 4 ഇഞ്ചാണ് കേട്ടോ താഴോട്ട്. ആ ഒരു അളവിലാണ് നമ്മൾ സൈസ് കണക്കാക്കുന്നത്. അപ്പോൾ അത് എത്രയാണോ അതാണ് ആ ഒരു കറക്റ്റായിട്ടൊരു ബേബീൻ്റെ അളവ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് വരുന്നത് 26 ഇഞ്ചാണ്. അപ്പോൾ അത് കറക്റ്റല്ല, കുറച്ചൊരു കുറവുണ്ട്. അപ്പോൾ ഒരു 2 ഇഞ്ചും കൂടെ കൂടി 28 സൈസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു 26 സൈസിന് ഈ ഒരു ഫ്രോക്കിൻ്റെ അളവ് 26 സൈസ് വരികയാണെങ്കിൽ 9 ഇഞ്ചാണ് നമ്മൾ യോക്കളവ് കൊടുക്കുക. അപ്പോൾ 28 ഇഞ്ചാണ് നമ്മൾ ഫ്രോക്കിൻ്റെ സൈസ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ 10 ഇഞ്ചാണ് കേട്ടോ യോക്കിൻ്റെ അളവ് കൊടുക്കുക. കറക്റ്റ് 10 ഇഞ്ച് അളവ് വരണം. അപ്പോൾ അതാണ് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഷോൾഡറാണ് അളവെടുക്കുന്നത്. ഒരു ഷോൾഡർ മുതൽ മറ്റേ ഷോൾഡർ വരെ കറക്റ്റായിട്ട് അളവെടുക്കുക. അപ്പോൾ 9 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു അളവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 9 ഇഞ്ച് പറഞ്ഞാൽ 4.5 ഇഞ്ചാണ് വരിക. അതിൻ്റെ പകുതി നമ്മൾ ഒരു ഫോൾഡ് ചെയ്തിട്ടല്ലേ കട്ട് ചെയ്യുക. അപ്പോൾ 5 ഇഞ്ചിൽ കട്ട് ചെയ്യണമെങ്കിൽ മാത്രം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 9 ഇഞ്ച് കിട്ടുള്ളൂ കേട്ടോ. മൊത്തം 10 ഇഞ്ച് അങ്ങനെ. അപ്പോൾ നമ്മൾ ചെസ്റ്റ് മെഷർമെൻറ്റാണ് എടുക്കുന്നത്. ചെസ്റ്റ് മെഷർമെൻറ്റ് കറക്റ്റ് എങ്ങനെ എടുക്കുകയെന്ന് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടൈറ്റാക്കി പിടിക്കരുത്, എങ്കിലോ ലൂസ് ആവുകയും ചെയ്യരുത്. അപ്പോൾ നമ്മൾ ആ ഒരു എൻഡിങ്, അതാ ടാപ്പിൻ്റെ എൻഡിങ് വന്ന് നിൽക്കുന്നത് 24-ലാണ്. ആ 24 നമ്മളൊരു വിരൽ കിടത്തുന്ന രീതിയിലാണ് നമ്മൾ അളവെടുക്കേണ്ടത്. ആ ഒരു വിരലിൻ്റെ ഒരു ലൂസ് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ അതിനുള്ള ഫിറ്റിങ്സ് കറക്റ്റായിട്ട് അതിന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ 24 ഇഞ്ചാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് 27 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് 3 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം ഈ ഒരു റൗണ്ട്. അപ്പോൾ ഒരു 3 ഇഞ്ച് എക്സ്ട്രാ എടുത്തെങ്കിൽ മാത്രമേ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ഡ്രസ്സിന് ഫിറ്റിങ്സ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 22ആണ് ഷേപ്പ് അളവ്. അപ്പോൾ 25-ൽ ചെയ്യുക. അതുപോലെ വേസ്റ്റ് മെഷർമെൻ്റ് ആണ്, അതും 22ആണ് കേട്ടോ. കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ടാപ്പിൻ്റെ എൻഡിങ് എടുക്കുന്നത് 23 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 26-ൽ ചെയ്യാം. ഓക്കെ, 3 ഇഞ്ചും കൂടെ. അപ്പോൾ വേസ്റ്റ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രോക്കിൻ്റെ ആണ് കേട്ടോ പറയണത്, അല്ലാതെ സ്കേർട്ടിൻ്റെ അല്ല. സ്കേർട്ടിൻ്റെ ഇനി ഞാൻ പിന്നീട് ഒരു ദിവസം ഇടാം. പിന്നെ നമ്മൾ കോളറിൻ്റെ മെഷർമെൻറ്റാണ് കാണിക്കുന്നത്. കോളർ ഞാൻ ചെയ്യുന്ന ഒരു കോളർ ഉണ്ടല്ലോ, ആ ഒരു കോളറിൻ്റെ മെഷർമെൻറ്റ് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ 12.5 ആ ഒരു അളവ് വരുന്നുണ്ട്. അപ്പോൾ ഈ ലൂസായിട്ട് ഇങ്ങനെ കിടക്കണം. നമ്മൾ അളവെടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ലൂസായിട്ട് പിടിച്ചിട്ട് അത് ചെറിയൊരു ഗ്യാപ്പ് അതാ ചുറ്റോടിറ്റും കാണാം, ആ ഒരു ഗ്യാപ്പിലാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ അതാ ഷോൾഡർ ഞാൻ ഒന്നും കൂടെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മറ്റേ ഭാഗത്ത് തൊട്ട് ഈ ഒരു ഭാഗത്ത് വരെയുള്ള അളവ് 9 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ 5 ഇഞ്ചിൽ കട്ട് ചെയ്യണം. അപ്പോൾ ഒന്നും കൂടെ ഞാൻ നേരത്തെ ക്ലിയർ ആയിട്ടില്ല എന്ന് വെച്ചിട്ട് ഒന്നും കൂടെ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൈക്കുഴി എത്രയാണോ വരുന്നത് ആ ഷോൾഡറിൻ്റെ കറക്റ്റ് അളവാണ് കൈക്കുഴി വരുന്നത്. അപ്പോൾ നമ്മൾ കൈക്കുഴി 5 ഇഞ്ചിൽ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ ഈ ഒരു അളവുള്ള ഫ്രോക്കിന്. അപ്പോൾ ഷോൾഡറിൽ കണക്ക് പിടിച്ചാൽ മതി കൈക്കുഴി എത്രയാണെന്നുള്ളത്. അപ്പോൾ അത് കറക്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഷോൾഡർ എത്രയാണോ അത് തന്നെയാണ് നമ്മുടെ കൈക്കുഴിൻ്റെ അളവും വരിക കേട്ടോ. അപ്പോൾ 9 ആണെന്നുണ്ടെങ്കിൽ 4.5 കൈക്കുഴിൻ്റെ അളവ്, 10 ആണെന്നുണ്ടെങ്കിൽ 5 ഇഞ്ച്, അങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മൾ ഷോൾഡർ കണക്കാക്കാം. അപ്പോൾ ചെസ്റ്റ് മെഷർമെൻറ്റ് ഞാൻ 27 പറഞ്ഞല്ലോ, അതിൻ്റെ കൂടെ പ്ലസ് തയ്യൽ തുമ്പും കൂടെ എക്സ്ട്രാ വരണം കേട്ടോ. നമ്മൾ കട്ട് ചെയ്യുമ്പം 4-1 കൊടുക്കുമ്പോൾ 27 എത്ര വരിക?
6.25 പ്ലസ് തയ്യൽ തുമ്പും കൂടെ കാണിക്കണം കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ തയ്യൽ തുമ്പ് കൂട്ടിയാൽ നമുക്ക് അവർക്ക് വീതി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. 1.5 ഇഞ്ച് ഇടുക, നമുക്ക് കറക്റ്റ് അളവ് കിട്ടിയില്ലെങ്കിൽ 1.5 ഇഞ്ച് ഇട്ട് കൊടുക്കുന്നതാവും നല്ലത്. അപ്പോൾ ഞാൻ സ്ലീവിൻ്റെ അളവാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഹാഫ് ലെങ്ത്ത് പഫ് സ്ലീവ് ആണെങ്കിൽ 3 ഇഞ്ച് മതി, ഹാഫ് സ്ലീവ് ആണെങ്കിൽ 6 ഇഞ്ച് മതി, ഫുൾ സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ 14 ഇഞ്ച് കറക്റ്റായിട്ട് വേണം കേട്ടോ, എങ്കിലേ അവർ ഫുൾ സ്ലീവിൻ്റെ ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സൈസിൻ്റെ കറക്റ്റായിട്ടുള്ള അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ബോഡി മെഷർമെൻറ്റിൽ നിന്ന് എങ്ങനെയാണ് ഫ്രോക്ക് ചെയ്യുക എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് എല്ലാവരോടും ബൈ.